തേങ്ങാപ്പാൽ ചെറുപയർ കറി ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഒരു കുക്കറിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം കാരറ്റ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടിയും തേങ്ങയുടെ രണ്ടാം പാലും ചേർത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഈ ചാനൽ കാണുന്നതിനോടൊപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലോണം വെന്ത് കഴിഞ്ഞാൽ കുക്കർ തുറന്ന് നല്ലോണം ഇളക്കിയതിന് ശേഷം ഒരു തക്കാളി ചേർക്കാം. ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് ഒന്നുകൂടി വേവിച്ചതിന് ശേഷം തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് ഒന്നുകൂടി ചൂടാക്കിയെടുക്കാം. അതിന് ശേഷം ഒന്ന് നല്ലോണം ഇളക്കി ഇതിലേക്ക് ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. കറിവേപ്പിലയും ചേർത്ത് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അങ്ങനെ നമ്മുടെ ചെറുപയർ കറി തയ്യാർ.